ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഒരു പി സിയിൽ നിന്നും മറ്റൊരു പി സിയിലേക്ക് കേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. എത്ര വലിയ ഫയൽസ് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. വൈഫൈ ഉപയോഗിച്ചിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും. ആ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ഇടാം. ഇതിൽ നമ്മൾ പറയുന്നത് ഇഥർനെറ്റ് കേബിൾ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായി നമ്മളിവിടെ ഇഥർനെറ്റ് കേബിളാണ് എടുത്തിട്ട്, ഇതാണ് ഇഥർനെറ്റ് കേബിൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാകും, നിങ്ങൾ വൈഫൈ അങ്ങനെയൊക്കെ അതിനൊക്കെ ഇപ്പോൾ കിട്ടുന്നതാണ്. നിങ്ങൾ ഇൻ്റർനെറ്റ് വലിക്കാൻ ഈ ഒരു കേബിളാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ ഒരു കേബിളാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ലാപ്പിൽ നിന്ന് എൻ്റെ കമ്പ്യൂട്ടറിലോട്ടാണ് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പോർട്ടിൽ കമ്പ്യൂട്ടറിൽ ബാക്കിൽ നമ്മൾ പിൻ ചെയ്യുക. അതിനുശേഷം മറ്റേ അറ്റം എടുത്തിട്ട് നമ്മൾ ലാപ്ടോപ്പിലും പിൻ ചെയ്യുക. അതിനുശേഷം കണക്ഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യത്തെ ഒന്നാമത്തെ കമ്പ്യൂട്ടർ, നിങ്ങൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ പോയിട്ട് നിങ്ങൾ ഇതേപോലെ, അതായത് നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് സെൻറ്റർ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഇഥർനെറ്റ് 2 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും കേബിളിൻ്റെ. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അതിനുശേഷം പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് താഴോട്ടായിട്ട് ഇവിടെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 4 കാണാൻ പറ്റും. ആ വേർഷൻ 4 ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം നമ്മൾ രണ്ടിലും സെയിം ആയിട്ടുള്ള IP അഡ്രസ്സ് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിതിൽ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ യൂസ് ദ ഫോളോയിങ് IP അഡ്രസ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ IP അഡ്രസ്സ് മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ഈ ഒന്നാമത്തെ പീസിൽ എൻ്റർ ചെയ്യുന്ന സെയിം IP ആയിരിക്കണം രണ്ടാമത്തേലും ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുന്നുള്ളത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. 192.168 ശേഷം 0 അതിനുശേഷം 1 ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സബ്മിറ്റ് മാസ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഫില്ല് ആയിക്കോളും. ഓക്കെ, അതവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. അതിനുശേഷം നിങ്ങൾ ഡിഫോൾട്ട് ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട് അവിടെയും ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത പോലെ തന്നെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ സെയിം IP അഡ്രസ്സ് അതുപോലെ നോക്കിയിട്ട് അടിച്ചതിന് ശേഷം താഴെ ഓക്കെ ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട കാര്യം റെഡിയായി. ഇനി നേരെ നമ്മൾ രണ്ടാമത്തെ PC-യിലാണ് ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നേരെ രണ്ടാമത്തെ കമ്പ്യൂട്ടർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തന്നെ സെറ്റിംഗ്സ് പോയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ കമ്പ്യൂട്ടർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം കാണിച്ചത് Windows 10 ഇപ്പം കാണിക്കുന്നത് Windows 11 അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ സെയിം ആയിട്ട് ഞാൻ ഇവിടെ നെറ്റ്വർക്ക് കണക്ഷൻസ് എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് ഇഥർനെറ്റ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നേരത്തെ നമ്മൾ കണ്ടുപോലെ തന്നെ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ IP വേർഷൻ 4 എടുത്തിട്ട് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെയിം ആയി നേരത്തെ നിങ്ങൾ ഇവിടെ അടിച്ച അതേപോലെ തന്നെ ആ ഒരു സെയിം IP അഡ്രസ്സ് ഇവിടെ യൂസ് ഫോളോയിങ് IP അഡ്രസ്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ അടിച്ച് ചെയ്താണ് IP അഡ്രസ്സ്, അതേ സെയിം IP അഡ്രസ്സ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ Windows 11 എങ്ങനെയാണ് ചെയ്യാമെന്നും Windows 10 എങ്ങനെ ചെയ്യാമെന്നും ഒരേ വീഡിയോ നമുക്ക് കാണിക്കുന്നത്. കാരണം ഒരു PC ഞാൻ Windows 10 രണ്ടാമത്തെ Windows 11 ആണ് കാണിക്കുന്നത്. അപ്പോൾ സെയിം ആയിട്ട് നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അഗെയിൻ നമ്മൾ ഒന്നാമത്തെ കമ്പ്യൂട്ടറിലോട്ട് തിരിച്ചു വന്നിട്ട് മാനേജ് അഡ്വാൻസ് ഷെയറിംഗ് സെറ്റിംഗ്സ് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. Windows 10 ആണ് ഇത്, ഒന്നാമത്തെ കമ്പ്യൂട്ടറാണ്. അതിനുശേഷം ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങളെല്ലാം ടേൺ ഓൺ ചെയ്ത് വെക്കുക. ഇവിടെ കാണാം ടേൺ ഓൺ ഷെയറിംഗ് ടു, അത് ഓൺ ചെയ്യുക. പക്ഷേ ഇതിലൊരു ഓപ്ഷൻ മാത്രം ഓഫ് ചെയ്യണം. അതായത് ടേൺ ഓൺ പ്രൊട്ടക്റ്റഡ് ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ മാത്രം ഓഫ് ചെയ്യുക. ബാക്കിയെല്ലാം ഓൺ ചെയ്ത് സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ കമ്പ്യൂട്ടറിൽ വരിക. സെയിം ആയിട്ട് ഇവിടെ Windows 11 ആണ്. ഇവിടെ ജസ്റ്റ് അതേപോലെ തന്നെ സെർച്ച് ചെയ്യുക മാനേജ് ഷെയറിംഗ് അഡ്വാൻസ് ഷെയറിംഗ് സെറ്റിംഗ്സ്. അത് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ പ്രൈവറ്റ് നെറ്റ്വർക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ഓൺ ചെയ്തിടുക. ഇവിടെയും നിങ്ങൾ ഒരൊറ്റ ഓപ്ഷൻ മാത്രം ഓഫ് ചെയ്താൽ മതി, പാസ്വേഡ് പ്രൊട്ടക്ഷൻ. അവിടെ ഏറ്റവും ഓൺ നെറ്റ്വർക്കിൽ കാണാൻ താഴെ പാസ്വേഡ് പ്രൊട്ടക്റ്റ്, അത് ജസ്റ്റ് ഓഫ് ചെയ്യുക. ബാക്കിയെല്ലാം ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സേവ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സേവ് ആവും, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയും സെറ്റിംഗ്സ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഫയൽസ് ഷെയർ ചെയ്യാം. നിങ്ങളെല്ലാം വേണ്ട ഫയൽസൊക്കെ നിങ്ങൾ ഒരു ഫോൾഡറിലാക്കുക. എന്നിട്ട് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗിവ് ആക്സസ് ടു ക്ലിക്ക് ചെയ്യുക. അവിടെ സ്പെസിഫിക് പീപ്പിൾ ഉണ്ടാവും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന അവിടെ ക്ലിക്ക് ചെയ്തിട്ട് everyone ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിന് റൈറ്റ് സൈഡിൽ ആഡ് ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്യുക. ആഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം everyone നിങ്ങൾ അവിടെ റീഡ് എന്ന് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡ് ആൻഡ് റൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്യുക. അതൊന്ന് സെറ്റ് ചെയ്തതിന് ഇവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാം, ജസ്റ്റ് ഷെയർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ടൈപ്പ് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ഫോൾഡറിൻ്റെ ഒരു ലൊക്കേഷൻ. അത് നിങ്ങൾ നേരെ നിങ്ങൾ രണ്ടാമത്തെ കമ്പ്യൂട്ടറിലോട്ട് ടൈപ്പ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് മെയിൽ ചെയ്യാനാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ നോക്കിയിട്ട് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ രണ്ടാമത്തെ കമ്പ്യൂട്ടറിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യേണ്ട കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. അവിടെ ടോപ്പിലായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ലേ, സെർച്ച് അല്ല, അതിന് തൊട്ടിപ്പുറം ലൊക്കേഷൻ. അവിടെ നിങ്ങൾ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടറിൽ കണ്ട ഒരു സംഭവമില്ല, അത് നേരെ ഒന്നിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക, മെയിലോ വാട്സപ്പ് എന്ത് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതുപോലെ നോക്കി ടൈപ്പ് ചെയ്യും. ജസ്റ്റ് അതുപോലെ നോക്കിയിട്ട് ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് അതുപോലെ തന്നെ സ്പേസും കാര്യങ്ങളെല്ലാം ഹൈഫൺ ആയാലും എല്ലാം നിങ്ങൾ ക്യാപിറ്റലൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആയി കിട്ടും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് എന്ന് വെച്ചാൽ അത് ആ ഫയൽസ് നിങ്ങൾ എന്തൊക്കെ ഫയൽസ് ഉണ്ട് എല്ലാ ഫയൽസും ആ ഫോൾഡർ ഫയൽസ് ഫുൾ കാണാൻ പറ്റും. ജസ്റ്റ് അത് ഫുള്ളായിട്ട് ജസ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്ത് നെറ്റ്വർക്കിലാണ് ഉണ്ടാകുക കേട്ടോ. നെറ്റ്വർക്കിലാണ്, ലോക്കൽ ഡിസ്ക് നിങ്ങൾ ഹാർഡ് ഡിസ്കിൽ എത്തിയിട്ടില്ല. അതിനുശേഷം നിങ്ങൾ അതൊന്ന് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഏതെങ്കിലും ലോക്കൽ ഡിസ്ക് ഹാർഡ് ഡിസ്കിലോട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് നിങ്ങളുടെ ഒരു പുതിയൊരു ഫോൾഡറോ എവിടെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. നോർമലി നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ വൈഫൈ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ എങ്ങനെ ചെയ്യാൻ ഞാൻ അടുത്തൊരു പറയാം. അതുവരേക്കും ഗുഡ് ബൈ.